ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ. പാലിയേറ്റീവ് സേവനങ്ങൾക്ക് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് ക്ഷീജനസഭ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ രോഗികളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നതോടുകൂടി മറ്റൊരു സാമൂഹിക തലം കൂടി അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖവും സൗകര്യവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കിടപ്പ് രോഗികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മുടെ കാലഘട്ടം വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറഞ്ഞു. ഇന്ന് ഏതൊരു കുടുംബത്തിലാണെങ്കിലും എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മതി. വൈകുന്നേരമാകുമ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിലേക്ക് ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയാൽ മതി. ഭക്ഷണം കിട്ടുന്ന സെന്ററുകളിൽ ഇപ്പോൾ രാത്രി വൈകുന്നേരങ്ങളിലാകുമ്പോൾ രാത്രിയോ പകലൊന്നുമില്ല, 12-1 മണിക്ക് വരെയൊക്കെ സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അത്തരം നമ്മളൊക്കെ എന്താ പറയുക, പൈസ കൊടുത്ത് അസുഖങ്ങൾ വിലക്ക് വാങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഈ ലോകത്തിന്റെ വേഗതയോടനുസരിച്ച് സോഷ്യൽ മീഡിയയിലെ എന്താ പറയുക ആഗ്രഹങ്ങൾക്കനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ ഒരാൾ വിളിച്ചു മലപ്പുറത്ത്, ഇവിടെ വണ്ടൂര് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു അഫ്ഗാൻ മന്തി, അത് എവിടെയാണെന്നുള്ളത് അറിയാൻ ചോദിച്ചു. മലപ്പുറത്തുനിന്ന് വണ്ടൂരിലേക്ക് അത് കഴിക്കാൻ വരികയാണ്. അപ്പൊ അതേ പറഞ്ഞേ അതാണ് മനുഷ്യന്റെ ഒരു ശൈലി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് സാമൂഹിക പ്രതിബദ്ധതയുള്ള, അതല്ലെങ്കിൽ നമ്മുടെ നാളുകളിൽ നാടിന്റെ പ്രതീക്ഷകളായി നമ്മുടെ മക്കളെ വളർത്താൻ കൂടി അവർക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള ലോകം എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് പാലിയേറ്റീവ് പ്രവർത്തന മേഖല. വിവിധ രാഷ്ട്രീയ, മത, സാമൂഹ്യ, കുടുംബശ്രീ, വ്യായാമ കൂട്ടായ്മകളിൽ നിന്നായി വന്ന വനിതാ പ്രാതിനിധ്യം കൊണ്ട് ജനസഭ ശ്രദ്ധേയമായി. ഷർഫിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജനസഭയിൽ പാലിയേറ്റീവ് ക്ലിനിക് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് സെക്രട്ടറി N സാദത്ത് അലി, ട്രഷറർ M സുബൈർ, ജോയിന്റ് സെക്രട്ടറി നൌഷാദ് പുളിക്കൽ, വൈസ് ചെയർമാൻ C ഫിറോസ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സാജിദ, പഞ്ചായത്ത് അംഗങ്ങളായ V രുക്മിണി, E സിത്താര, തുളസി പള്ളത്ത, മൈഥിനി, ആയിഷ മനീരി, വിവിധ വനിതാ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിഷ മാധവൻ, പ്രസീത ഹരിദാസ്, മിനി, ഖദീജ തോപ്പിൽ, ഷാഹിന, ഫാത്തിമ സമദ്, സക്കീന അൻവാരിയ, ബൽക്കീസ്, നൌഷിദ ഷെറി, സൈഫുന്നീസ, ക്ലിനിക് ഹെഡ് നഴ്സ് സതി എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ.